യുവ രാഷ്ട്രീയ നേതാവിനെതിരെ യുവ മാധ്യമപ്രവർത്തകയും നടിയുമായ റിനി ആൻ ജോർജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്താകമാനം ചർച്ചയാവുകയാണ്. നേതാവിന്റെ പേര് വെളിപ്പെടുത്താതെയാണ് റിനി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. യുവ രാഷ്ട്രീയ നേതാവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് റിനിയുടെ വെളിപ്പെടുത്തൽ. അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും മോശം സമീപനം ഉണ്ടായെന്നുമാണ് റിനി പറയുന്നത്. നേതാവിനെ സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ട ഉടനെ തന്നെ മോശം പെരുമാറ്റം ഉണ്ടായി. 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാമെന്നും വരണമെന്നും യുവ നേതാവ് ആവശ്യപ്പെട്ടെന്നും മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് നേരെ മോശം അനുഭവം ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ പ്രതികരിച്ചുവെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. ഇതിനുശേഷം കുറച്ചു നാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നും എന്നാൽ പിന്നീട് അശ്ലീല സന്ദേശം അയക്കുന്നത് തുടർന്നെന്നുമാണ് യുവ മാധ്യമപ്രവർത്തക പറയുന്നത്. ആ വ്യക്തിക്ക് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെന്നും ആ വ്യക്തി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് തിരിച്ചറിഞ്ഞുവെന്നും അതിനാലാണ് താൻ കാര്യങ്ങൾ പറയാൻ മുന്നോട്ട് വന്നതെന്നുമാണ് റിനി ആൻ ജോർജ് വ്യക്തമാക്കുന്നത്. നേതാവിന്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇയാളിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്നും റിനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പരാതികൾ നൽകിയിട്ടും യുവ നേതാവിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചുവെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങളിലെ പലരുമായും അടുത്ത സ്നേഹബന്ധവും സൗഹൃദവുമുണ്ട്, അതിനാലാണ് പേര് തുറന്നു പറയാത്തതെന്നും ഇനിയും ഇത്തരം ദുരനുഭവം ഉണ്ടായാൽ പേര് തുറന്നു പറയുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും നടി പറഞ്ഞു. വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള സൈബർ ആക്രമണങ്ങളിൽ ഭയക്കുന്നില്ലെന്നും റിനി വ്യക്തമാക്കി. അങ്ങനെ ഭയപ്പെടുന്ന ആളല്ല താൻ. രാഷ്ട്രീയ നേതാക്കളുടെയോ മറ്റോ ഭീഷണി ഫോൺ കോളുകൾ ഉണ്ടായിട്ടില്ലെന്നും റിനി പറയുന്നുണ്ട്. സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിരവധി പേർ സന്ദേശം അയച്ചിട്ടുണ്ടെന്നും റിനി വ്യക്തമാക്കി. പ്രസ്ഥാനത്തോടും അതിലെ നേതാക്കളോടുമുള്ള സ്നേഹം കൊണ്ടാണ് പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തതെന്നും റിനി പറഞ്ഞു. പല സമയങ്ങളിലാണ് അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത്. രൂക്ഷമായി പ്രതികരിക്കുമ്പോൾ കുറച്ചു നാളത്തേക്ക് ഇത്തരത്തിൽ സന്ദേശം അയക്കുന്നതുണ്ടാകില്ല. പിന്നീട് വീണ്ടും സംസാരിച്ചു വരുമ്പോഴാണ് അശ്ലീല സന്ദേശങ്ങൾ ലഭിക്കുന്നത്. ബ്ലോക്ക് ചെയ്യുമ്പോൾ പല രീതിയിൽ ബന്ധപ്പെടുമെന്നും റിനി പറഞ്ഞു.